ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൂൺ കൊണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. കൂൺ ഒരു പെപ്പർ റോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ഈ കൂൺ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടൺ മഷ്റൂമാണ്. അതിൻ്റെ പുറമൊക്കെ നന്നായിട്ട് കഴുകി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തെ കട്ടിയുള്ള തൊലി ഇതുപോലെ നമുക്ക് പൊളിച്ച് കളയാം. ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ചില കൂണിൻ്റെയൊക്കെ പുറത്ത് കളറൊക്കെ മാറി അഴുക്ക് പിടിച്ച പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ തൊലി കളയുന്നതാണ് നല്ലത്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള മഷ്റൂമാണ്. അപ്പോൾ നമ്മളിത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മഷ്റൂം ഞാനിവിടെ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനൊരു മഷ്റൂം ഒരു 4 കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് കുറച്ച് അരിപ്പൊടി. മുറിച്ച് വെച്ചിരിക്കുന്ന കൂണിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഈ കൂൺ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല കൂണിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. മസാലയൊക്കെ ഒന്ന് കഷ്ണങ്ങളിൽ പിടിച്ച് കിട്ടുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂണിൽ നല്ലതുപോലെ മസാലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. കറിക്കായിട്ട് 2 മീഡിയം സവാള കനം കുറച്ച് നേരിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. കറിയിൽ അവസാനം നമുക്ക് തൂവി കൊടുക്കാനുള്ളതാണ് ഈ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി നല്ല നൈസായിട്ടൊന്നും പൊടിക്കേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഈ കറി കൂടുതൽ ടേസ്റ്റ്. ആദ്യം ഈ കൂൺ വറുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. എണ്ണ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മഷ്റൂം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് വറുത്തെടുത്താൽ മതി. എന്നാൽ മാത്രമേ അത് പാകത്തിന് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ. കൂൺ ഒരു സൈഡ് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ മഷ്റൂം 2 സൈഡ് മൂത്ത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു കിച്ചൺ ടിഷ്യൂ ഇട്ടൊരു പ്ലേറ്റിലേക്ക് ഇത് കോരി മാറ്റാം. ബാക്കിയുള്ള മഷ്റൂം നമുക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. മഷ്റൂം എല്ലാം കാണുന്ന പോലെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്ത പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം. സവാളയ്ക്ക് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഈ കാണുന്ന പോലെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാത്രത്തിലുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. അവസാനം ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കൂൺ പെപ്പർ ഫ്രൈ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.
ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പം നമ്മൾ ക്രിസ്മസിന് മുമ്പുള്ള നോമ്പെടുക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.